Good morning to all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, അതിൻ്റെ തിയറി പോർഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ പ്രോബ്ലമാണ്. ദാറ്റ് ഈസ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോൻ്റെ പ്രോബ്ലത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. സോ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞത് മിസ്? ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ആവറേജ് ഇൻവെൻട്രി ഓർ സ്റ്റോക്ക്. അതായത് ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ആവറേജ് ഇൻവെൻട്രി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കേണ്ടത്, അതേപോലെ തന്നെ ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ കഴിഞ്ഞ തിയറി ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നേരെ പ്രോബ്ലത്തിലേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ പ്രോബ്ലം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലത്തിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ക്യാരേജ് ഓൺ പർച്ചേസസ്, സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത്രയും ഐറ്റംസാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ നമ്മൾ എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതണം. സോ എഴുതാം, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് ഇക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അതാണ് നമ്മുടെ ഇക്വേഷൻ. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഫസ്റ്റ് തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണം, വേണ്ടേ? അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കണ്ടുപിടിക്കുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ വരുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സോ നമ്മളിത് ഈ പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ പർച്ചേസസ് തന്നിട്ടുണ്ട്. ക്യാരേജ് ഓൺ പർച്ചേസസ് മീൻസ് എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസസ്. സോ അത് ആഡ് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആൻസറിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ക്യാരേജ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. നെക്സ്റ്റ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് സ്റ്റോക്കാണ്. ആവറേജ് സ്റ്റോക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്? ആവറേജ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആവറേജ് സ്റ്റോക്ക് കിട്ടുന്നത്. സോ നമ്മുടെ പ്രോബ്ലത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്കൊരു 14,000ഉം അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് 13,000ഉം തന്നിട്ടുണ്ട്. സോ അത് രണ്ടും ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? ആവറേജ് സ്റ്റോക്ക് കിട്ടും. അപ്പം ആവറേജ് സ്റ്റോക്കിൻ്റെ കേസിൽ നമ്മളൊരു കാര്യം കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവറേജ് സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമേ തന്നിട്ടുണ്ടായിരിക്കുള്ളൂ. സോ അപ്പം ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ആവറേജ് സ്റ്റോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രൊവിഷൻ വരുന്നില്ല. അപ്പോൾ ആവറേജ് സ്റ്റോക്കിൽ ഓപ്പണിങ്ങും ക്ലോസും ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് ആവറേജ് കിട്ടുക. ഇൻ കേസ് ഓഫ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് കൺസിഡർ ആസ് എ ആവറേജ് സ്റ്റോക്ക്. അപ്പം ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത് കേട്ടോ. സോ നിങ്ങൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. സോ നമ്മൾ ഫസ്റ്റ് തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഈസ് ഇക്വൽ ടു എന്നും പറഞ്ഞ് നമ്മൾക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് തന്നിരിക്കുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മുടെ പ്രോബ്ലം. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്നത് 14,000 ആണ്. അതേപോലെ തന്നെ പർച്ചേസസ് നമുക്ക് 1,20,000 തന്നിട്ടുണ്ട്. ക്യാരേജ് ദാറ്റ് മീൻസ് ഡയറക്റ്റ് എക്സ്പെൻസസ് അത് നമ്മൾക്ക് ഒരു 10,000 തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കൊരു 13,000 കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആഡ് ചെയ്യണം. അതിൽ നിന്ന് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് ദാറ്റ് ഈസ് 13,000 നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈ പ്രോബ്ലത്തിൽ ഒരു 1,40,000 ആണ് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മളുടെ ഇക്വേഷനിൽ പറഞ്ഞിട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതാണ് ആവറേജ് സ്റ്റോക്ക്. ആവറേജ് സ്റ്റോക്ക് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. സോ നമ്മുടെ പ്രോബ്ലത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 14,000 ആണ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് തന്നിരിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കോ 30,000. സോ 40,000 പ്ലസ് 30,000 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് സ്റ്റോക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് നമുക്ക് ആവറേജ് സ്റ്റോക്ക് കിട്ടുന്നത് ഒരു 35,000 ആണ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ആവറേജ് സ്റ്റോക്കും കിട്ടി. സോ നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ എഴുതുക സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു 1,40,000 ഡിവൈഡഡ് ബൈ 35,000 ഈക്വൽ ടു നമുക്കൊരു 4 ടൈംസ് കിട്ടും. 4 കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമ്മളെപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് ടൈംസിലാണെന്ന് പറഞ്ഞു. സോ നമ്മുടെ ആൻസർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു 4 ടൈംസ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ തന്നെ അതോടൊപ്പം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്റ്റോക്ക് വെലോസിറ്റി കൂടി നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് വെലോസിറ്റി കാണാനായിട്ട് നമ്മൾ പറഞ്ഞു 2 ടൈപ്സിൽ നമുക്ക് കാണാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഡേയ്സ് വെച്ചിട്ട് കാണാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കാണാം? നമ്പർ ഓഫ് മന്ത്സും വെച്ചിട്ട് കാണാം. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് വെച്ചിട്ട് നമുക്ക് സ്റ്റോക്ക് വെലോസിറ്റി കാണാം. അപ്പോൾ സ്റ്റോക്ക് വെലോസിറ്റി കാണേണ്ട ഇക്വേഷൻ എന്താണ്? സ്റ്റോക്ക് വെലോസിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് ഡേയ്സ് ഓർ number of months in a year divided by STR, that is stock turnover ratio. സോ നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്പർ ഓഫ് ഡേയ്സ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഡേയ്സ് വെച്ചിട്ടെന്ന് പറഞ്ഞിട്ടും എങ്ങനെയാണ്? നമുക്കൊരു വർഷത്തിൽ എത്ര ഡേയ്സ് ആയിട്ടുണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? 365 ഡേയ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ STR, ദാറ്റ് ഈസ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. സോ എത്രയാണ്? 4 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം 365 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 91 ആണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ കിട്ടുന്ന ആൻസർ. സോ നമുക്ക് 91 ഡേയ്സ് എന്ന് എഴുതാം. ബിക്കോസ് ഓഫ് എന്താണ്? നമ്മൾ ഡേയ്സ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് ഡേയ്സ് ഡിവൈഡഡ് ബൈ STR ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആൻസർ നമ്മൾ ഡേയ്സ് എന്ന് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് നമുക്ക് വേറൊരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്തിൽ കാണാം. അപ്പം മന്തിൽ കാണുമ്പോഴെങ്ങനെയാണ് വരാം? നമുക്കൊരു വർഷത്തിൽ എത്ര മന്ത് ഉണ്ട്? 12 മന്ത്. അപ്പം മന്ത് 12 ഡിവൈഡഡ് ബൈ STR, ദാറ്റ് ഈസ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. നമുക്ക് എത്രയാണ് സ്റ്റോക്ക് ടേൺ ഓവർ കിട്ടിയത്? 4 ആണ് കിട്ടിയത്. സോ 12 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 മന്ത് കിട്ടും അല്ലേ? അപ്പോൾ 3 എന്നുള്ളത് നമ്മൾ മന്തിൻ്റെ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. സോ നമ്മൾ 3 മന്ത് എന്ന് തന്നെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇപ്പോൾ 91 ഡേയ്സ് എന്ന് മെൻഷൻ ചെയ്യുക. ഇപ്പോൾ മന്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ മന്ത്സിൽ മെൻഷൻ ചെയ്യുക. ഇതാണ് ഒരു മാർഗം എന്ന് പറയുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇനി നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്തിട്ടും നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് വെലോസിറ്റി കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് വെലോസിറ്റി ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ വേറെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി ഡയറക്റ്റ്ലി നമുക്ക് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ പറഞ്ഞിരുന്നത്? ഇന്നലെ പറഞ്ഞ ഇക്വേഷൻ എന്താണ്? ഡയറക്റ്റ് ഫോർമുല വെച്ചിട്ട് സ്റ്റോക്ക് വെലോസിറ്റി കാണുന്നത് average stock divided by cost of goods sold into number of days or months in a year. So നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? നമ്മുടെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടില്ലേ? അത് നേരെ ഓപ്പോസിറ്റ് തിരിച്ചിടുക. അതായത് ആവറേജ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു വെലോസിറ്റി. നമ്മൾ എങ്ങനെയാണ് കാണുന്നു പറഞ്ഞിരുന്നത്? ഒന്നില്ലെങ്കിൽ ഡേയ്സിലോ അല്ലെങ്കിൽ മന്ത്സിലോ ആണ് നമ്മൾ വെലോസിറ്റി കാണുന്നതെന്ന് പറഞ്ഞത്. സോ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ് വരിക? സ്റ്റോക്ക് വെലോസിറ്റി കാണാൻ ആവറേജ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരാം. സോ നമുക്കത് ഡയറക്റ്റ്ലി നമുക്ക് അപ്ലൈ ചെയ്തൂടെ? നമ്മൾ ആവറേജ് സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആവറേജ് സ്റ്റോക്ക് നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചത്? നമുക്ക് എത്രയാണ് ആവറേജ് സ്റ്റോക്ക് കിട്ടിയത്? 35,000 ആണ് നമുക്ക് ആവറേജ് സ്റ്റോക്ക് കിട്ടിയത്. നെക്സ്റ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് എത്രയാണ് കിട്ടിയിരുന്നത്?
1,14,000 ആണ് കിട്ടിയത്. അപ്പോൾ 30,000 ഡിവൈഡഡ് ബൈ 1,40,000 ഇൻറ്റു ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻറ്റു 365 ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഒരു ആൻസർ കിട്ടും. അത് നമ്മൾ ഡേയ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഡേയ്സ് എന്നും പറഞ്ഞ് മെൻഷൻ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾക്ക് മന്തിലാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഈ സ്റ്റോക്ക് ആവറേജ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു 12. നമുക്ക് മന്ത് എത്രയാണുള്ളത്, 12 ആണുള്ളത്. സോ നമുക്ക് കിട്ടുന്ന ആൻസർ 3 മന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മളത് മന്തിൽ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ അടുത്ത് വിളിച്ച് അല്ലെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യുക കേട്ടോ. സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഇക്വേഷൻ അറിഞ്ഞാൽ മതി. അതിൻ്റെ അകത്ത് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ആവറേജ് സ്റ്റോക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അതേപോലെ തന്നെ ആവറേജ് സ്റ്റോക്കും സിമ്പിളാണ്. സോ അത് രണ്ടും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വെലോസിറ്റിയാണ്. സ്റ്റോക്ക് വെലോസിറ്റിയും എളുപ്പമാണ്. നമുക്ക് ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്തിട്ടും ഇൻഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഡയറക്റ്റ് ഫോർമുല ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇൻറ്റു ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ. എത്രയാണ് നമ്മൾ ഡേയ്സ് ഉള്ളത്, ദാറ്റ് ഈസ് 365 ആണ് ഡേയ്സ് നമ്മൾക്ക് വരാം. മന്ത് ആണെങ്കിൽ 12 ആണ് വരാം. അപ്പോൾ നമ്മൾ ഡേയ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കിട്ടുന്ന ആൻസർ ഡേയ്സ് എന്നും പറഞ്ഞ് ഡിനോട്ട് ചെയ്യണം. മന്തിലാണ് നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര മന്ത് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യണം. അതേപോലെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കിട്ടുന്ന ആൻസർ നമ്മളെപ്പോഴും ടൈംസിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുക. സോ നമുക്ക് കിട്ടുന്ന സ്റ്റോക്ക് STRൻ്റെ ആൻസർ നമ്മൾ എത്രയാണ് കിട്ടിയത് അത് പ്ലസ് ടൈംസ് എന്നായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. ഇൻ്റർപ്രിറ്റേഷൻ നമ്മൾ എന്താ പറഞ്ഞത്, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ് നമ്മൾ പറഞ്ഞത്, 8 ടൈംസ് ആണ് നമ്മൾ പറഞ്ഞത് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ എന്താ ചെയ്യേണ്ടത്, നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഇവിടെ എത്രയാണ്, 4 ആണ്. സോ നമ്മുടെ സ്റ്റാൻഡേർഡ് റേറ്റിനേക്കാളും ബിലോ ആയിട്ടാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് പറയാം ഫേമിൻ്റെ ഇൻവെൻട്രി പോളിസി പുവർ ആണെന്ന് പറയാം. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു 8 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് റേറ്റ് വരുന്നത്. സോ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ നമ്മുടെ ഫേമിൻ്റെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെൻട്രി പോളിസി പുവർ ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ എയ്റ്റ് ഓർ എബോ ആണെന്നുണ്ടെങ്കിലാണ് ഫേമിൻ്റെ കപ്പാസിറ്റി നല്ലതാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇത് നമുക്ക് പറയാം ഫേമിൻ്റെ കപ്പാസിറ്റി ഈസ് പുവർ. അപ്പോൾ ഇതാണ് മിസ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോൻ്റെ പ്രോബ്ലമാണ് കേട്ടോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യനാണ് കാൽക്കുലേറ്റ് STR, ദാറ്റ് ഈസ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഐറ്റംസ് തന്നിട്ടുണ്ട്, ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് നോക്കാം കേട്ടോ. അതേപോലെ തന്നെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ അതോടൊപ്പം തന്നെ സ്റ്റോക്ക് വെലോസിറ്റിയും കൂടിയും കണ്ടുപിടിക്കണം. സോ അത് കഴിഞ്ഞിട്ട് ഇൻ്റർപ്രിറ്റേഷനും കൂടി എഴുതിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.